RQF അഥവാ NVQ പ്രോഗ്രാം ഒരു ആക്സസ് കോഴ്സ് ടു നഴ്സിംഗ് ആണ്. ഹായ്, നിങ്ങളൊരു കെയറാണോ? ഒരു നേഴ്സ് ആവണോ നിങ്ങൾക്ക്? അതിനൊരു ഉദാഹരണമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന മിസ്റ്റർ ബാബു ജോൺ. അദ്ദേഹം ഒരു കെയർ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇപ്പോൾ NHS ഫണ്ട് ചെയ്യുന്ന ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. നമുക്ക് അതൊന്ന് കേട്ടാലോ. ബാബു ജോൺ. ഞാൻ കെയറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി. അത് കഴിഞ്ഞാണ് ഞാൻ NVQയിൽ ജോയിൻ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ NHS ഇൻ്റർവ്യൂസ് ട്രൈ ചെയ്തു. NVQ ലെവൽ 3 ഉള്ള സീനിയർ കെയറായിട്ട് സീനിയർ HCA. സോ എനിക്ക് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ സെലക്ഷൻ കിട്ടി. ആഫ്റ്റർ 3 months അവരോട് ചോദിച്ചു ഇങ്ങനെ താല്പര്യമുണ്ടോ നേഴ്സ് ആകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് താല്പര്യമുണ്ട്. നമ്മുടെ എല്ലാം അതാണല്ലോ നമ്മുടെ എയിം എന്ന് പറയുന്നത്, നമുക്ക് ഹൈ പോസ്റ്റ് എത്ര നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ അവർ എന്നോട് പറഞ്ഞു അടുത്ത ബാച്ചിൽ നഴ്സിംഗ് സ്റ്റുഡൻ്റായിട്ട് എനിക്ക് ജോയിൻ ചെയ്യാം. ഇദ്ദേഹം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണ്. നമ്മൾ ഭൂരിഭാഗം പേരും കെയർ അസിസ്റ്റൻറ്റ് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ജോലിയിലേക്ക് കടന്നു വന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രോഗ്രഷൻ ലാഡറാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണുന്നത്. അപ്പോൾ അതിന് ആധാരമായ ഒരു ലാഡർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ NVQ. So I think within 3 months time he cracked up into this program. അതായത് ഇദ്ദേഹം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 3 മാസത്തിനകത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റായിട്ട് എടുത്തു എന്ന് പറയുന്നത് ഒരു അധ്യാപകനായെന്ന് ഞാൻ അഭിമാനത്തോടുകൂടെ പറയാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം അത്രയധികം വാലിഡാണ്, അതിന് വാല്യൂ ആണ് അതിനുള്ളത്. പിന്നെ നഴ്സിംഗ് പ്രോഗ്രാമിൽ എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു ടീം ലീഡർ കൂടിയായിരുന്നു. ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ പലരും 10-12 വർഷം ഒരു പക്ഷേ ഒരു കെയറായിട്ട് സ്റ്റക്കായി പോകാം. അല്ലെങ്കിൽ നിങ്ങളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അറിയില്ല ഇത് പോസിബിൾ ആണോന്ന് അറിയില്ല. അതിനൊരു വ്യക്തമായ ഉദാഹരണം തരാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇന്ന് ഈ എക്സാമ്പിളായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളൊരു കെയറാണെങ്കിൽ മുമ്പോട്ട് പോകാൻ. അപ്പോൾ അതിന് ഫേക്ക് സർട്ടിഫിക്കേഷൻ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ പ്രോഗ്രാമാണ്. RQF അഥവാ NVQ പ്രോഗ്രാം ഒരു ആക്സസ് കോഴ്സ് ടു നഴ്സിംഗ് ആണ്. ലൈക്ക് മിസ്റ്റർ ബാബു ജോണിനെ പോലെ ഒരു ഫണ്ടഡ് വിത്ത് ട്രസ്റ്റിൻ്റെ ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ കുറുക്കു വഴികൾ ഉപയോഗിക്കരുത്. അല്ലെ ജോണെ? ഒരു കാരണവശാലും കുറുക്കു വഴി ഉപയോഗിക്കുക. കുറുക്കു വഴിയില്ല. പഠിക്കുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക പ്രോപ്പറായിട്ട്. Then if you are selected, you will be selected. I have attended 3 interviews. It's the 3rd interview I got actually. But yeah, ഡിസപ്പോയിൻ്റ് ആവാതെ മുമ്പോട്ട് പരിശ്രമിക്കുക. കിട്ടാതിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് തരുന്നൊരു തെളിവുകളാണ്. നമ്മളെപ്പോലൊരു മലയാളികളോട് ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മുമ്പോട്ട് പോകാനുള്ളൊരു ഉദാഹരണങ്ങളാണ്. കള്ളത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഒരു കാരണവശാലും എടുക്കരുത്. ഇതെല്ലാം വിസ ലിങ്ക്ഡ് കോഴ്സസ് ആണെന്നുള്ള പലപ്പോഴും നിങ്ങൾക്കറിയില്ല. വിസ ലിങ്ക്ഡ് കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസയ്ക്ക് ആധാരമായി നിൽക്കുന്ന ഒരു കോഴ്സ്. അപ്പോൾ ഈ കോഴ്സിൽ ഫെയ്ക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ പോലും റിജക്റ്റഡ് ആവാം. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു NHSൻ്റെ നേഴ്സിംഗ് ഫണ്ടിലേക്ക് വരാനുള്ള ഒരു മൂല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ NVQ അല്ലേ? NVQ ആണ് സെലക്ഷൻ കിട്ടിയത് എനിക്ക്. NVQ ലെവൽ 3 ആയിരുന്നു എൻ്റെ ക്രൈറ്റീരിയ. അതെ, ഞാനത് NVQ ലെവൽ 3 സർട്ടിഫിക്കേഷൻ അവർക്ക് അയച്ചു കൊടുത്തു. ബേസ്ഡ് ഓൺ ദാറ്റാണ് അവർ സെലക്ട് ചെയ്തത് തന്നെ. ലെവൽ 3 ആണ്.